Hi friends, welcome to Nishas Powerful Kitchen. Kitchenil namukku innu cheyan povunnathu kuzhalappam undakkana ട്ടോ. കുഴലില്ലാതെ എങ്ങനെ കുഴലപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈസ് പൊടി എടുക്കുക 1.5 കപ്പ് തേങ്ങ, നല്ല ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, എള്ള്, പിന്നെ ഒരു കോഴിമുട്ട. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി അതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കോഴിമുട്ടയും എള്ളും ഒഴികെയുള്ള തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവയെല്ലാം ഒന്ന് അരച്ചെടുത്ത് ആ വെള്ളത്തിൽ ഒന്ന് കലക്കുക. കലക്കിയതിന് ശേഷം അതിൽ പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ തിളപ്പിക്കുന്നു. തിളച്ച് വരുമ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ആ തിളച്ച് വരുമ്പോൾ ആ ചൂട് നമ്മൾ എങ്ങനെയാണ് പൊടി വാട്ടുന്നത് അതുപോലെ തന്നെ. പക്ഷേ പൊടി വാട്ടുമ്പോൾ നമ്മൾ പച്ചവെള്ളം വെച്ചാണ് തിളപ്പിക്കാറ്. കുഴലപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ വെള്ളത്തിൽ നമ്മളിതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിക്കുന്നു. എന്തൊക്കെയാണ് അരച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ ഒരു 1/4 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ 1.5 കപ്പിന് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായി അരയൊന്നും വേണ്ട, എന്നാലും കുറച്ച് അരയണം. നല്ല നൈസായിട്ട് അരയാൻ വേണ്ട, എന്നാൽ അരയാതെയും കിടക്കരുത്. അങ്ങനെ അരച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പൊടി വാട്ടുന്നതിനുള്ള ഉപ്പ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ തിളയോടുകൂടി തന്നെ നമ്മൾ ആ നൈസായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഇത് ഒഴിക്കുക. എന്നിട്ട് ആ പൊടി വാട്ടിയെടുക്കുക. ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് വേണ്ട, ഒന്ന് ചൂട് പോകുന്നത് വരെ നമ്മൾ എന്തെങ്കിലും ഒരു കയ്യിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നല്ല ഏറരുത്. ലാസ്റ്റ് നമ്മളുടെ ഒരു കോഴിമുട്ട ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക. നല്ല ജീരകമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ജീരകം, അതുപോലെ ചുവന്നുള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്. 6 or 7 എടുക്കാം. ചുവന്നുള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നത് നല്ലതാണല്ലോ. പിന്നെ വെളുത്തുള്ളി ഒരു 2 അല്ലി, 2 or 3 അല്ലി മതി. പിന്നെ എന്താ നമ്മളെടുത്തത്, ജീരകവും ഇതൊക്കെ തന്നെ, ഉള്ളികളും. ഇനി കയ്യിൽ ചൂടൊക്കെ ഒരു വിധം പോയി കഴിഞ്ഞാൽ, എന്നാൽ നല്ലോണം ചൂടാറാൻ കാത്തു നിൽക്കരുത്. കയ്യിൽ എണ്ണ തടവിയിട്ട് നമുക്കിത് അല്പം ഒന്ന് കുഴച്ചെടുക്കാം. കൈ പൊള്ളാതെ നോക്കുക. കുറച്ചൊന്ന് പച്ചവെള്ളത്തിലൊന്ന് കൈ മുക്കി ഒന്ന് കുഴയ്ക്കുക. അങ്ങനെയായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഏറരുത്, എന്നാൽ നല്ലോണം കട്ടയാവും ചെയ്യരുത്. നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പൊടി വാട്ടിയെടുക്കുമല്ലോ, ഒരുവിധം വേവെല്ലാം അതിൽ കഴിഞ്ഞുണ്ടാവും. അതുപോലെ വാട്ടിയെടുക്കണം. നൈസ് പൊടിയാണ് നമ്മൾ എടുക്കുക. നമ്മുടെ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി, പുട്ടിൻ്റെ പൊടിയല്ല കേട്ടോ. പുട്ടിൻ്റെ പൊടിയിൽ അല്പം തരിയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ പൊടിച്ചതല്ല, നൈസ് പൊടിയായിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ പൊടി വാട്ട് എങ്ങനെയാണോ അതുപോലെ ആ വാട്ടുന്ന വെള്ളത്തിൽ കുറച്ച് തേങ്ങയും ഉള്ളിയും ജീരകം ഒന്ന് അരച്ച് ചേർക്കുന്നു എന്ന് മാത്രം. അതേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കോഴിമുട്ട ചേർക്കുക. അപ്പോൾ വെള്ളം ഏറി പോവാതെയും കുറഞ്ഞു പോവാതെയൊക്കെ നോക്കുക. അപ്പോൾ ഏകദേശം നമുക്കറിയാലോ, നമ്മൾ ഇന്ന് രാവിലെയൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ എള്ള്, കോഴിമുട്ടയും അതുപോലെ തന്നെ എള്ളും ചേർത്ത് കൊടുക്കുക. എള്ളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് കോലിൽ പരത്തിയിട്ടാണ് കാണിച്ചു തരുന്നത്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഈസി ആയിട്ട് തോന്നിയത് കയ്യിലിട്ട് പരത്തുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ ഞാനിതുപോലെ പരത്തിയിട്ട് റോൾ ചെയ്തെടുത്തു. അപ്പോൾ എങ്ങനെയാണ് കുഴലില്ലാണ്ട് പരത്തുക എന്നുള്ളത് കാണിച്ചു തരാം. കൈകൊണ്ട് ഇതുപോലെ നൈസാക്കിയിട്ട്, നമുക്ക് പാകത്തിന് തിക്നെസ് വേണം, എന്നാൽ നല്ല തിന്നാവുകയും ചെയ്യരുത്. നല്ല തിക്നെസ് കൂടാനും പാടില്ല കേട്ടോ. നമുക്കറിയാമല്ലോ കുഴലപ്പത്തിൻ്റെ ഒക്കെ ടെക്സ്ചർ. അപ്പോൾ വലിപ്പം വേണ്ടവർക്ക് നന്നായിട്ട് വട്ടം വീശിയിട്ട് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇത്രയും വട്ടത്തിൽ ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊന്നാണ് മടക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. ഇനി ഇത് ഓരോന്നും ബാക്കിയുള്ള പൊടികളെല്ലാം ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യാനൊന്നുമില്ല, ഇതുപോലെ കയ്യിലിട്ടിട്ട് എണ്ണ തടവി പരത്തുക. അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഈസിയായി തോന്നിയത് ഇതാണ്, കയ്യിലിട്ട് പരത്തുക കേട്ടോ. ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് പത്തിരിക്കോല് വെച്ചിട്ട് പരത്താം. ഈ സമയം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ എനിക്കിതിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിപ്പോൾ ഞങ്ങൾ 4 മണിയുടെ ചായക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് നിറയെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിൽ അധികം കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും
അത് വറ്റൊന്നുമില്ല. അപ്പോൾ അത്രയും ഓയിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഓയിൽ വേണം. ആ ഓയിലിൽ അങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. അതാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇടുമ്പോൾ തന്നെ അതിങ്ങനെ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വേണം ദാണ്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പം റെഡിയാക്കാൻ പറ്റും. തിക്നെസ് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പത്തിരിക്കോല് വെച്ചിട്ട് പരത്തി നൈസാക്കാം. കയ്യിലിട്ടിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിത് വളരെ ഈസി ആയിട്ട് കയ്യിലിട്ടിട്ട് പരത്തിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുക. അതായത് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം. എല്ലാവർക്കും അതുപോലെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി ബാക്കിയുള്ള നമ്മൾ പരത്തി വെച്ചിട്ടുള്ള കുഴലപ്പം നമ്മളിതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക ഓയിലിൽ. നല്ല ചൂടുണ്ടായിരിക്കണം. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയം നല്ല ചൂടായിട്ട് കിടക്കണം എണ്ണ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തീ കുറയ്ക്കാം കേട്ടോ. ആ ഇട്ട് കൊടുക്കുന്ന സമയം നല്ല ചൂട് ഉണ്ടാവണം. ഇനി ഇതെല്ലാം നമ്മൾ വറുത്ത് കോരുക. ഇപ്പോൾ നമ്മളുടെ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കുഴലില്ലാതെ എങ്ങനെയാണ് കുഴലപ്പം ഉണ്ടാക്കുക, വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്. താങ്ക് യു.